ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. എല്ലാ കർമ്മങ്ങളും എനിക്ക് വേണ്ടി നീ ചെയ്യുക. അങ്ങനെ എന്നിൽ സമർപ്പിതമായി കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് പരമമായിരിക്കുന്ന സിദ്ധി അത് കൈവരും എന്നറിഞ്ഞുകൊള്ളുക. ഇതാണ് ഭക്തിയുടെ വളരെ ഉയർന്നതായ മണ്ഡലങ്ങൾ. ഇനി ഇതും ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാനും സാധിക്കുന്നില്ല, മനസ്സിന് ഏകാഗ്രത കിട്ടുന്നില്ല എന്നാണെങ്കിൽ അധൈതദപ്യസക്തോസി കർത്തും മദ്യോഗമാശ്രിത. ഇങ്ങനെ കർമ്മം ചെയ്യാൻ, എന്നിൽ സമർപ്പിച്ച് കർമ്മം ചെയ്യാൻ, എന്നെ ശരണം പ്രാപിച്ച് കർമ്മം ചെയ്യാൻ സാധിക്കുന്നില്ല, നിനക്ക് ശക്തിയില്ല എന്നുണ്ടെങ്കിൽ സർവകർമ്മഫലത്യാഗം തതഃകുരു യഥാത്മ. സർവകർമ്മഫലത്യാഗം തതഃകുരു യഥാത്മവാൻ. വളരെയേറെ ശ്രദ്ധയോടുകൂടി യഥാത്മവാൻ പരിശ്രമിച്ചുകൊണ്ട് മനസ്സിനെ ഉറപ്പിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ച് പരിശ്രമിച്ചുകൊണ്ട് നീ എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ കർമ്മങ്ങളുടെ ഫലത്തെ നീ ഉപേക്ഷിച്ചേക്കൂ. സർവകർമ്മ ഫലത്യാഗം, നീ ചെയ്യുന്ന സർവകർമ്മങ്ങളുടെയും ഫലത്തെ നീ ഉപേക്ഷിക്കൂ. കർമ്മയോഗമാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു കേൾപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും മനസ്സിന് പാകത വരും. അങ്ങനെ മനസ്സിന് പാകത വരുമ്പോഴേക്കും നിനക്ക് അഭ്യാസയോഗം സ്വാധീനമായി തീരും. അങ്ങനെ അഭ്യാസയോഗം സ്വാധീനമായി തീരുമ്പോ നിനക്ക് ജ്ഞാനം ഉറയ്ക്കും. അങ്ങനെ ജ്ഞാനം ഉറച്ചു കഴിയുമ്പോഴേക്കും നീ പൂർണ്ണമായും എന്നെ അറിയുന്നവനായി തീരും. അപ്പോ ഈ സഗുണോപാസന കൊണ്ട് നിനക്ക് ഇങ്ങനെ എന്നിലേക്ക് ക്രമപ്രവൃദ്ധമായിട്ട് വളർന്നു വരാൻ കഴിയും. ഇനി ഈ പറഞ്ഞ 3 കാര്യങ്ങളും തമ്മിൽ ഉള്ള ബന്ധം 12ാമത് ശ്ലോകത്തിൽ പറയാണ്. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതേ. അഭ്യാസത്തെക്കാളും ശ്രേയസ്കരമാണ് ജ്ഞാനം. 8ാം ശ്ലോകത്തിൽ പറഞ്ഞ സർവവും ബ്രഹ്മമാണ്, സർവവും ഭഗവാൻ തന്നെയാണ്, ഇഷ്ടദേവത തന്നെയാണ് എന്നുള്ള അറിവ്, അതാണ് ജ്ഞാനം. സർവത്ര നിറഞ്ഞു നിൽക്കുന്ന, തന്റെ ഉള്ളിലും പുറമേയും നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് സ്വരൂപത്തിന്റെ സാക്ഷാത്കാരം, അതാണ് ജ്ഞാനം. ആ ജ്ഞാനം ലഭിച്ചില്ലെങ്കിലാണ് അഭ്യാസയോഗം ചെയ്യാൻ പറഞ്ഞേ. ആ ജ്ഞാനം അഭ്യാസത്തെക്കാളും ശ്രേഷ്ഠമാണ് എന്നറിഞ്ഞു. ജ്ഞാനം അതാണ് ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത്. അഭ്യാസത്തെക്കാളും ജ്ഞാനം ശ്രേഷ്ഠമാണ്. ധ്യാനത്തിന്റെ ആ അഭ്യാസം അതിനേക്കാൾ ശ്രേഷ്ഠം ജ്ഞാനമാണ്. ഇനി അഭ്യാസം ജ്ഞാനവും തമ്മിലുള്ള ബന്ധമോ? ജ്ഞാനാധ്യാനം വിശിഷ്യതേ. ജ്ഞാനം കൊണ്ട് അഭ്യാസം വളരെയേറെ അനുഗ്രഹീതമായി തീരുന്നു. എന്താ നാം ചെയ്യുന്ന അഭ്യാസയോഗം? നമ്മുടെ മനസ്സിനെ ധ്യാനത്തിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരൊറ്റ ബിന്ദുവില്, ഇഷ്ടദേവതയില് ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മനസ്സ് കൂടെ കൂടെ വിട്ടുപോകും. പിന്നെ നമ്മൾ ചെന്ന് പിടിച്ചുകൊണ്ട് വരും, കൂടെ കൂടെ വിട്ടുപോകും, പിന്നെ ചെന്ന് പിടിച്ചുകൊണ്ട് വരണം. ഇങ്ങനെ മനസ്സിനെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് വിജയകരമായി തീരാൻ ജ്ഞാനം പ്രയോജനപ്പെടും. എല്ലാം ഭഗവന്മയമാണ് എന്ന് പ്രത്യക്ഷമായി അറിഞ്ഞില്ലെങ്കിലും പരോക്ഷമായി ധരിച്ചാൽ മതി. ആ ഒരു ബോധമുള്ളിലുണ്ടെങ്കിലേ നമ്മുടെ ഇഷ്ടദേവതയിൽ
മനസ്സുറപ്പിക്കാൻ, ധ്യാനിക്കാൻ, ഇഷ്ടദേവതയെ ധ്യാനിക്കാൻ നാം ചെയ്യുന്ന ശ്രമത്തിന് കൂടുതൽ ശക്തി കൈവരും. അപ്പോ സെക്കൻഡ് വെച്ച് മനസ്സ് ചാടിപ്പോവില്ല, മനസ്സിന് ഭക്തി വളരും. അതുകൊണ്ട് ധ്യാനത്തിന് കുറെ കൂടി ശക്തി വരും. പക്ഷെ വീണ്ടും മനസ്സ് ചാടിപ്പോകും. അപ്പോഴേക്കും ഓർക്കും, അയ്യോ എന്റെ ഭഗവാനിൽ നിന്നിട്ട് എന്റെ മനസ്സ് ഓടിക്കളഞ്ഞല്ലോ, പിടിച്ചുകൊണ്ടുവരണം. ആ ഭഗവാന്റെ മഹിമകൾ ഓർക്കണം, സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ഓർക്കണം. അതാണ് ജ്ഞാനം. ആ ജ്ഞാനം ഈ ധ്യാനത്തിന് കൂടുതൽ പ്രയോജനം ചെയ്യും. ധ്യാനത്താൽ ജ്ഞാനം ഉറയ്ക്കും, ജ്ഞാനത്താൽ ധ്യാനം തെളിയും. ഇങ്ങനൊരു പരസ്പര പോഷക ഭാവം അവയ്ക്ക് തമ്മിലുണ്ട്. അതിനാൽ ജ്ഞാനവും അതേപോലെ തന്നെ ധ്യാനവും ഒരുപോലെ നീ ശ്രദ്ധയോടുകൂടിയിട്ട് അനുസന്ധാനം ചെയ്തുകൊള്ളൂ. ധ്യാനാത് കർമ്മഫലത്യാഗ ത്യാഗാത് ശാന്തിരനന്തരം. ധ്യാനം കൊണ്ട് ധ്യാനം ഉറച്ചു വരും എളുപ്പത്തില്. അങ്ങനെയുള്ള ധ്യാനം കൊണ്ട് കർമ്മഫലത്തെ ത്യജിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ധ്യാനം ഉറച്ചു കിട്ടിയില്ലെങ്കിൽ നീ കർമ്മഫലത്തെ ത്യജിക്കൂ എന്നാണല്ലോ നേരത്തെ ഭഗവാൻ പറഞ്ഞത്. പക്ഷെ എപ്പോഴും അങ്ങനെ പെട്ടെന്ന് കർമ്മഫലം ത്യജിക്കാൻ കഴിയില്ല. അതിന് ശക്തി പകരും നീ ചെയ്യുന്ന അല്പമായ ധ്യാനമായാൽ പോലും. ധ്യാനത്തിൽ പരിശീലനം ചെയ്യുകയാണെങ്കിൽ മനസ്സ് കൂടുതൽ പാകപ്പെട്ടു വരും. അപ്പോ കർമ്മഫലത്തെ ഭഗവാനിൽ സമർപ്പിക്കാൻ നിനക്ക് സാധിക്കും, ലോക നന്മയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ സാധിക്കും, പ്രപഞ്ചരൂപിയായി നിൽക്കുന്ന ഭഗവാനിൽ സമർപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ധ്യാനം കർമ്മഫലത്യാഗത്തെ സഹായിക്കും. കർമ്മഫലത്യാഗം ധ്യാനത്തെ പോഷിപ്പിക്കും. ആ ധ്യാനത്തെ ജ്ഞാനം പോഷിപ്പിക്കും, ധ്യാനം പോഷിപ്പിക്കും. ഇങ്ങനെ ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. ജ്ഞാനം, ധ്യാനം, കർമ്മഫലത്യാഗം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതിനാൽ ഇതിലേതെങ്കിലും ഒന്ന്, ഏറ്റവും ശ്രേഷ്ഠം ജ്ഞാനം, അത് കിട്ടിയില്ല എന്ന് കരുതി നീ ദുഃഖിക്കണ്ട. നീ ഗുരു മുഖത്ത് നിന്നും അതേപോലെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഉപാസനയിൽ കൂടിയും ജ്ഞാനത്തെ നേടുക. അതോടൊപ്പം ധ്യാനത്തെ പരിശീലിക്കുക, അതോടൊപ്പം കർമ്മഫലത്യാഗത്തെ പരിശീലിക്കുക. അതേപോലെ തന്നെ മനസ്സിനെ എന്നിൽ ഉറപ്പിക്കാനും പരിശീലിക്കുക. ഇവയെല്ലാം കൂടി ചേർന്ന് സഗുണമായ ഉപാസനയെ പരമമായ ലക്ഷ്യത്തില് വളരെ വേഗത്തില് കൊണ്ടെത്തിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ സഗുണമാർഗത്തിലൂടെ പരമഭക്തന്മാരായി തീരുന്നവർ, നിർഗുണോപാസനയിലൂടെ പരമഭക്തന്മാരായി തീരുന്നവർ, അങ്ങനെ രണ്ടു മാർഗത്തിലൂടെയും പരമഭക്തന്മാരായി തീരാം. അല്ലയോ അർജുന, നിനക്ക് ഞാൻ ഉപദേശിക്കുന്നത്, നീ ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പ്രത്യേകമായി പറയുന്നത് സഗുണോപാസന. അത്രയേ ഉള്ളൂ. ഇതെല്ലാം പരസ്പരം പോഷകമാണ്. അങ്ങനെയുള്ള ഭക്തന്മാരുടെ പ്രത്യേകത എന്താണ്? അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച. ഈ ലോകത്തിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഒരു പദാർത്ഥത്തെയും എന്റെ ഭക്തൻ ദ്വേഷിക്കില്ല. ഭക്തന്റെ ലക്ഷണം എന്താണ്? ഭക്തനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം? അയാൾ ഈ ലോകത്തിൽ ഒന്നിനെയും ദ്വേഷിക്കില്ല. ജീവനുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും ഒന്നിനെയും ദ്വേഷിക്കില്ല. അതേപോലെ തന്നെ ജീവനില്ലാത്ത പദാർത്ഥങ്ങളെയും ദ്വേഷിക്കില്ല. മൈത്ര കരുണ ഏവച. എല്ലാറ്റിനോടും അങ്ങേയറ്റം മൈത്രീഭാവം പുലർത്തും, സ്നേഹം പുലർത്തും. എല്ലാറ്റിനോടും അങ്ങേയറ്റം കാരുണ്യം കാണിക്കും, വാത്സല്യം കാണിക്കും. നിർമ്മമോ നിരഹങ്കാരോ. എന്റേതാണ്, ഇതെന്റേതല്ല, ഇത് ശത്രുവിൻ്റെതാണ് എന്നൊന്നും അവൻ വിചാരിക്കില്ല. നിർമ്മമനായിരിക്കും. എന്റേതാണെന്ന് ഒരു വസ്തുവിന്റെ പുറത്തും അവൻ അവകാശവാദം ഉന്നയിക്കില്ല. പിന്നെ ഇതൊക്കെ ആരുടേതാണ്? ഇതൊക്കെ വാസുദേവ കൃഷ്ണന്റേതാണ് എന്നവൻ മനസ്സിൽ ഉറപ്പിക്കും. എല്ലാം ഭഗവാനാണ് എന്നുറപ്പിക്കും. നിരഹങ്കാര. എനിക്ക് അതുണ്ട്, ഇതുണ്ട്, എനിക്ക് സ്ഥാനമാനങ്ങളുണ്ട് എന്നുള്ളതായ ഡംബ് ഒരിക്കലും അവനെ പിടികൂടില്ല. സമദുഃഖ സുഖക്ഷമി. സുഖത്തെയും ദുഃഖത്തെയും തുല്യമായി കാണും. സുഖം വന്നാൽ അമിത ആഹ്ലാദവുമില്ല, ദുഃഖം വന്നാൽ അവന് തളർച്ചയുമില്ല എന്ന് മാത്രമല്ല, ക്ഷമി. എല്ലാറ്റിനോടും അവൻ അങ്ങേയറ്റം
ക്ഷമയോടുകൂടി സ്നേഹത്തോടു കൂടിയിട്ട് സമീപിക്കും. സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢ നിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി യോ മദ്ഭക്ത സമേ പ്രിയ. ഇങ്ങനെയൊക്കെയുള്ളവൻ എന്റെ ഭക്തനാണ്. അങ്ങനെയുള്ള എന്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനുമാണ്. അവൻ സന്തുഷ്ടനായിരിക്കും. ജീവിതത്തില് മറ്റുള്ള ആളുകൾ പറയും ഇത് ദുഃഖമാണെന്ന് അല്ലെങ്കിൽ ഇത് സുഖമാണെന്ന്. അവൻ ഈ രണ്ട് വിവേചനങ്ങളും ഇല്ല. സുഖം വന്നാലും ദുഃഖം വന്നാലും അവൻ സന്തുഷ്ടനായിരിക്കും. അവൻ എപ്പോഴും സന്തുഷ്ടനായിരിക്കും. അവൻ എപ്പോഴും യോഗിയായിരിക്കും. എന്നിൽ തന്നെ ഉറപ്പിച്ച മനസ്സോടുകൂടിയവനായിരിക്കും. യഥാത്മാ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ചവനായിരിക്കും. ദൃഢനിശ്ചയ എല്ലാം എന്നിൽ സമർപ്പിക്കുന്ന കാര്യത്തില് ഉറച്ച മനസ്സോടുകൂടിയവനായിരിക്കും. മയ്യർപ്പിത മനോബുദ്ധി എന്നിൽ തന്നെ അർപ്പിക്കപ്പെട്ടതായ മനോബുദ്ധിയോടുകൂടിയവനായിരിക്കും. അങ്ങനെയുള്ള എന്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന് അല്ലയോ അർജുന നീ അറിഞ്ഞുകൊള്ളുക. യസ്മാന്നോ ദ്വിജതേ ലോകോ. അവനെ കണ്ട ലോകത്തിൽ ആരും പേടിക്കില്ല. മൃഗങ്ങളായാലും പക്ഷികളായാലും മറ്റു മനുഷ്യരായാലും ഇങ്ങനെയുള്ള എന്റെ ഭക്തനെ കാണുമ്പോൾ ലോകത്തിൽ ആർക്കും പേടി തോന്നില്ല. അതിൽ നിന്നിട്ട് ഭഗവാന്റെ യഥാർത്ഥ ഭക്തനെ തിരിച്ചറിയാം. പിന്നെയോ ലോകാന്നോ ദ്വിജതേ ജയഃ. ഈ ലോകത്തിലുള്ള ഒരു വസ്തുവിനെ കണ്ടാലും എന്റെ ഭക്തൻ പേടിക്കുകയില്ല. എന്റെ ഭക്തനെ കണ്ടാൽ ആരും പേടിക്കില്ല. ചട്ടമ്പി സ്വാമികൾ ഇരിക്കുന്നിടത്ത് കടുവയും പുലിയും അതേപോലെ പാമ്പും തവളയും ഉറുമ്പും എലിയും എല്ലാം സുഖമായി വന്നിരിക്കും. എല്ലാം അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ്. സ്വാമികളെ അതിനും പേടിയില്ല, അതിനെ സ്വാമിക്കും പേടിയില്ല. നമ്മുടെ ഋഷിമാരുടെ എല്ലാം ജീവിതം അങ്ങനെയാണ്. പുരാണങ്ങൾക്കകത്ത് അങ്ങനെയുള്ള എത്രയോ ഋഷിമാരുടെ ആശ്രമങ്ങളെ കുറിച്ചുള്ള വർണ്ണനകള് നമ്മൾ കാണുന്നുണ്ട്. അതാണ് യസ്മാന്നോ ദ്വിജതേ ലോകോ ലോകാന്നോ ദ്വിജതേ ജയഃ. ആരെ കണ്ടാലാണോ ലോകത്തിലുള്ള ആർക്കും പേടി തോന്നാത്തത് അവനാണ് എന്റെ ഭക്തൻ. അതേപോലെ തന്നെ ഈ ലോകത്തിലുള്ള ആരെ കണ്ടാലും കടുവയെ കണ്ടാലും പുലിയെ കണ്ടാലും ആരാണോ പേടിക്കാത്തത് അവനാണ് എന്റെ ഭക്തൻ. ഹർഷാമർഷ ഭയോദ്വേഗൈഹി മുക്തോയ സചമേ പ്രിയ. അവന് പ്രത്യേകിച്ച് സന്തോഷമില്ല. ലാഭം ഉണ്ടായെന്നോ എന്തെങ്കിലും പറഞ്ഞവൻ തുള്ളിച്ചാടി വലിയ കോലാഹലമൊന്നും ഉണ്ടാക്കൂല. ഹർഷവുമില്ല, അതേപോലെ അമർഷവും ഇല്ല, ദേഷ്യവും ഇല്ല. ആരോടും ദേഷ്യമില്ല. ഒരു കാരണത്താലും ആരോടും അവൻ കലഹിക്കില്ല. പിന്നെയോ അവന് ഉദ്വേഗവുമില്ല, ഒരു പരിഭ്രമവുമില്ല. ഈ ലോകത്തിൽ അവന്റെ ജീവിതത്തില് എന്ത് സംഭവിച്ചാലും സന്തോഷമില്ല, ദുഃഖവുമില്ല, പരിഭ്രമവുമില്ല, ഒന്നുമില്ല. ഇതിൽ നിന്നൊക്കെ സ്വതന്ത്രനായി എപ്പോഴും എല്ലാ പ്രകാരത്തിലും ശാന്തനായി അവൻ ജീവിക്കും. അവനാണ് എനിക്ക് പ്രിയപ്പെട്ടതായ ഭക്തൻ. എന്റെ ഭക്തനെ തിരിച്ചറിയാനുള്ള വേറൊരു വലിയ ലക്ഷണം ഇതാണ്.